കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ട രക്ഷിതാക്കളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. SSLC +2 പരീക്ഷകൾക്ക് തുടക്കമായതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പുതിയ പരിഷ്കാരങ്ങൾ കണ്ട് പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കുട്ടികൾ. അല്ല, വാസ്തവത്തിൽ സിലബസ് എല്ലാം മാറ്റി ചോദ്യരീതികൾ അടിമുടി പരിഷ്കരിച്ച് കുട്ടികളെ കൊണ്ട് പരീക്ഷാ ഹാളിൽ വെള്ളം കുടിപ്പിക്കാനാണോ മന്ത്രിയുടെ ഭാവം? ചോദ്യപേപ്പർ ടഫാക്കി നിലവാരം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നത് ചിരിയും പരിഹാസവുമാണ്. എന്തിനാണ് കുട്ടികൾ പേടിക്കുന്നത്? അവസാനം ശിവൻകുട്ടി മന്ത്രി വന്ന് A+ വാരിക്കോരി കൊടുത്ത് വിജയശതമാനം 100 തികക്കില്ലേ എന്ന പരിഹാസത്തിനു പിന്നിൽ ഒരു വലിയ സത്യം തന്നെയുണ്ട്. അറിവുള്ളവരെയല്ല, അക്ഷരമറിയാത്ത A+കാരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയായി നമ്മുടെ വിദ്യാഭ്യാസം മാറുകയാണ്. നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. ഒരു വിധത്തിൽ ഇത്തവണത്തെ പരീക്ഷാ സിലബസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാവേർ ദൗത്യം പോലെയാണ്. പാഠഭാഗങ്ങളുടെ വ്യാപ്തിയും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ള മാറ്റവും വിദ്യാർത്ഥികളെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്. കേവലം ഓർമ്മശക്തിയെ മാത്രം പരീക്ഷിക്കുന്ന പഴയ രീതിയിൽ നിന്ന് മാറി കുട്ടികളുടെ ചിന്താശേഷിയെയും വിശകലന പാടവത്തെയും അളക്കുന്ന രീതിയിലാണ് പുതിയ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ലൊരു മാറ്റമായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ചതി ഒളിഞ്ഞു കിടക്കുന്നത് മറ്റൊരു തരത്തിലാണ്. എല്ലാം സെറ്റാക്കി എന്നും പറഞ്ഞ് കൈ കഴുകി ചോദ്യപേപ്പർ അച്ചടിക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഇതിനായി കുട്ടികളെ എത്രത്തോളം പ്രാപ്തരാക്കി എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം തന്നിട്ടില്ല. കുട്ടികളെ പോട്ടെ, അവ പഠിപ്പിക്കുന്ന അധ്യാപകരെയോ? വേണ്ടത്ര തയ്യാറെടുപ്പുകളോ കൃത്യമായ പരിശീലനമോ ഇല്ലാതെ കുട്ടികളെ ഇത്തരമൊരു പരീക്ഷണത്തിലേക്ക് തള്ളിവിട്ടത് അങ്ങേയറ്റം ക്രൂരമാണ്. ചോദ്യങ്ങളുടെ മോഡൽ മാറിയതും സിലബസ് കടുപ്പമായതും സാധാരണക്കാരായ കുട്ടികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. എന്നാൽ ഈ ആശങ്കകൾക്ക് മറുപുറത്ത് രൂക്ഷമായ പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ അണപൊട്ടുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വി ശിവൻകുട്ടിയുടെ കീഴിൽ പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ ഫുൾ A+കാരുടെ എണ്ണം കണ്ട് ലോകം തന്നെ അത്ഭുതപ്പെടാറുണ്ട്. സർക്കാരിന്റെ വിജയശതമാനം കൂട്ടി മേനി നടിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി മാർക്കുകൾ വാരിക്കോരി നൽകുന്നുവെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. എന്ത് പേടി, ഭൂരിഭാഗം പേർക്കും ഫുൾ A+ അല്ലേ വാരിക്കോരി കൊടുക്കുന്നത് എന്ന കമന്റുകൾ ഇതിന്റെ പ്രതിഫലനമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞാലും വേണ്ടില്ല, തങ്ങളുടെ ഫയലിൽ 100% വിജയം ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയാണ് മന്ത്രിക്കുള്ളതെന്ന് പല രക്ഷിതാക്കൾ പോലും രഹസ്യമായി പരിഹസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ രീതി തുടർന്നാൽ നാളെ നമ്മുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾക്ക് കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. അനിയന്ത്രിതമായുള്ള ഈ A+ പ്രളയം യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നത് പറയാതെ വയ്യ. സ്കൂൾ പരീക്ഷകളിൽ വാരിക്കോരി കൊടുക്കുന്ന മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടികൾ പിന്നീട് ദേശീയ തലത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളിലും മറ്റും പരാജയപ്പെട്ടു നിൽക്കുന്ന കാഴ്ച അതിദയനീയമാണ്. തോൽവികൾ ഏറ്റുവാങ്ങാൻ കുട്ടികൾ മാനസികമായി പ്രാപ്തമല്ലാതാവുന്നത് ഒരു നല്ല ആരോഗ്യമുള്ള തലമുറയെ കൂടിയാണ് കുഴിയിൽ ചാടിക്കുക. സിലബസ് ടഫാണെന്ന് ഒരു വശത്ത് പറയുമ്പോഴും മൂല്യനിർണ്ണയത്തിൽ ശിവൻകുട്ടി മന്ത്രി കാണിക്കുന്ന ആ ഉദാര മനസ്കത കുട്ടികളുടെ യഥാർത്ഥ നിലവാരം അളക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇത് വരും കാലത്ത് തൊഴിൽ മേഖലയിൽ മലയാളി വിദ്യാർത്ഥികൾ ലോകത്തിനു മുന്നിൽ നാണം കെടാൻ കാരണമാകുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരീക്ഷാ കടുപ്പവും മാർക്ക് ദാനവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു തമാശയായി മാറ്റിയിരിക്കുകയാണ് വി ശിവൻകുട്ടി എന്നത് എന്തായാലും പറയാതെ വയ്യ. രക്ഷിതാക്കളുടെ ആകുലതകളും ഇവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല. മാറിയ സിലബസിനൊപ്പം ഓടിയെത്താൻ കുട്ടികൾക്ക് ട്യൂഷനുകളെയും കോച്ചിംഗ് സെന്ററുകളെയും ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. ഇത് പാവപ്പെട്ട കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. പാഠപുസ്തകങ്ങൾ മാറുന്നതിനൊപ്പം അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിൽ ശിവൻകുട്ടിയുടെ വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടോ എന്നതിനുള്ള ഉത്തരം കേരളത്തിൽ കൂടുപോലെ മുളച്ചുപൊന്നുന്ന കോച്ചിംഗ് സെന്ററുകളും ട്യൂഷൻ സെന്ററുകളും തന്നെയാണ്. പരീക്ഷാ ഹാളിനുള്ളിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന് പരിഹാരം കാണാതെ പുറത്ത് വിജയശതമാനത്തിന്റെ ഗ്രാഫ് ഉയർത്തിക്കാട്ടി കയ്യടി നേടാനാണ് മന്ത്രി ശ്രമിക്കുന്നത്. ഈ ഇരട്ടത്താപ്പിനെതിരെയാണ് ജനങ്ങളിപ്പോൾ തെരുവിലും സോഷ്യൽ മീഡിയയിലും ശബ്ദമുയർത്തുന്നത്. പരീക്ഷാകാലമായതോടെ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ പരിശോധിച്ചാൽ മന്ത്രിക്കെതിരെയുള്ള അമർഷം താലപ്പൊലി പോലെ കത്തുകയാണ്. കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം സർട്ടിഫിക്കറ്റുകളിൽ A+ അടിച്ചു കൊടുക്കുന്ന ഫാക്ടറിയായി വിദ്യാഭ്യാസ വകുപ്പ് മാറിയെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. പുതിയ സിലബസ് പഠിപ്പിച്ചു തീർക്കാൻ പോലും സമയം ലഭിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് കുട്ടികൾ മികച്ച രീതിയിൽ പരീക്ഷ എഴുതുക എന്ന ചോദ്യത്തിന് മന്ത്രിക്ക് മറുപടിയില്ല. ഒടുവിൽ മൂല്യനിർണ്ണയ സമയത്ത് മിതത്വം പാലിച്ച് താനൊരു വലിയ മനസ്സിനുടമയാണെന്ന് കാണിച്ച് എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന ആ പഴയ തന്ത്രം തന്നെയാകും ഇത്തവണയും നടപ്പിലാക്കുക എന്ന് പ്രതികരിക്കുന്ന, തെറ്റുകളിൽ ചോദ്യം ചോദിക്കുന്ന അന്തം കമ്മികളല്ലാത്ത ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. പരീക്ഷ എന്നത് കുട്ടികളുടെ അറിവ് അളക്കുന്ന ഒന്നായിരിക്കണം, അല്ലാതെ ശിവൻകുട്ടി മന്ത്രിയുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള കണക്കെടുപ്പായി മാറരുത്. സിലബസ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് സ്വാഗതാർഹമാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന സാഹചര്യം ഇവിടെയില്ല.
പഠനഭാരം കൂടുമ്പോൾ കുട്ടികൾക്ക് പഠനത്തോടുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാർക്ക് ദാനത്തെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ പ്രസക്തമാകുന്നത്. അർഹതപ്പെട്ടവർക്ക് മാത്രം ഉയർന്ന മാർക്ക് നൽകുന്ന രീതിയിലേക്ക് മൂല്യനിർണ്ണയം മാറണമെന്നും വിദ്യാഭ്യാസത്തിന്റെ അന്തസ്സ് ശിവൻകുട്ടി വീണ്ടെടുക്കണമെന്നുമാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരു വലിയ തമാശയായി മാറുകയാണ്. ഒരു വശത്ത് ടഫ് സിലബസിന്റെ പുകമറ, മറുവശത്ത് വിജയശതമാനം കൂട്ടാനുള്ള മാർക്ക് ദാനം. ഇതിനിടയിൽ പെട്ടുപോകുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ടഫായ സിലബസിനെ പേടിക്കേണ്ടതില്ല, നമുക്ക് മാർക്ക് വാരിക്കോരി തരാൻ ശിവൻകുട്ടി മന്ത്രി ഉണ്ടല്ലോ എന്ന ചിന്ത കുട്ടികളിൽ വളരുന്നത് അവരുടെ ഭാവിക്ക് ഒട്ടും ഗുണകരമല്ല. ഈ പരിഹാസങ്ങൾ കേട്ടെങ്കിലും മന്ത്രി ഒന്ന് കണ്ണു തുറക്കുമോ, അതോ പതിവ് പോലെ വിജയശതമാനത്തിന്റെ റെക്കോർഡ് തിരുത്താൻ മാർക്ക് ദാനവുമായി മുന്നോട്ടു പോകുമോ എന്ന് കണ്ടറിയണം.